இவங்க என் வைஃப், அவரு இவங்களோட லவ்வர். அவங்க 2 பேருக்கும் பிறந்த குழந்தை மாடசாமி. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് രണ്ടുപേരുടെ ഒരു കുണച്ച ലവ് സ്റ്റോറിയെ പറ്റിയാണ്. ലവ് സ്റ്റോറിയിൽ പലതരം സാക്രിഫൈസുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ബട്ട് ലവ് ചെയ്യുന്ന പെണ്ണിനെ കല്യാണം കഴിച്ചിട്ട് ആ പെണ്ണിനെ തന്നെ വേറൊരു പയ്യനെ കൊണ്ട് ഒരുമിക്കാൻ നോക്കുന്ന സാക്രിഫൈസ് ചെയ്യുന്ന ഒരു പാവം പയ്യന്റെ കഥയാണ് ഈ പടം. അപ്പോൾ പടം തോന്നുന്നത് നമ്മുടെ പയ്യന്റെ എച്ചിന്റെ കല്യാണത്തിന് വലിഞ്ഞേറി ചെന്ന് അവൾക്ക് ചോദിക്കും, നീ എന്നെ കയറ്റി വിട്ട റീസൺ மட்டும் சொல்லு, நான் பாட்டு போயிட்டே இருக்கேன். കല്യാണത്തിന് ചോദിക്കാൻ പറ്റിയ നല്ല ബെസ്റ്റ് ചോദ്യം. ആ ക്വസ്റ്റ്യന് ഉത്തരം തരാത്തത് കൊണ്ട് ലവ് ഫെയിലിയർ പയ്യൻ അവളുടെ താരി അങ്ങ് പൊട്ടിച്ചെടുക്കും. ഇത് കണ്ടിരുന്ന ആളുകൾ എല്ലാവരും ചേർന്ന് ലവ് ഫെയിലിയർ പയ്യനെ പഞ്ഞിക്കിടും. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ നിന്നും പയ്യനെ ഇറക്കാൻ വേണ്ടി പയ്യന്റെ ബെസ്റ്റ് ഫ്രണ്ട് വരും, മമിത. ഈ കുട്ടിയെ പറ്റി പറയുകയാണെങ്കിൽ മിനിസ്റ്ററിന്റെ മോളാണ്, അതായത് പയ്യന്റെ മാമന്റെ മോൾ. സോ മിനിസ്റ്ററിന്റെ മോളുടെ ഫ്രണ്ട് ആയതുകൊണ്ട് ഈസി ആയിട്ട് ഇറക്കിയിടും, ഒരു കേസ് പോലും ഫയൽ ചെയ്യാതെ. അപ്പോൾ നമ്മുടെ പയ്യനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു സ്റ്റൈലിഷ് പയ്യൻ എന്നൊക്കെ പറയാം. കാരണം എന്ത് ചെയ്താലും സ്റ്റൈലാണ്. ഫോണിൽ ഗൂഗിൾ പേ എടുക്കാൻ സ്റ്റൈൽ, ചോക്ലേറ്റ് തൊലിക്കാൻ സ്റ്റൈൽ, എന്തിന് പട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുക്കുന്നത് വരെ സ്റ്റൈലാണ്. അപ്പോൾ നമ്മുടെ മിനിസ്റ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു പാവ മിനിസ്റ്ററാണ്, ചില സമയത്ത് കൊച്ചുകുട്ടികളുടെ സ്വഭാവമാണ്. അപ്പോൾ ഇവരുടെ പരിപാടി എന്ന് പറയുന്നത് പ്രാങ്ക് ചെയ്യിപ്പിച്ച് എല്ലാവരും ഹാപ്പി ആക്കുന്നതാണ്. അങ്ങനെ പ്രാങ്ക് ചെയ്ത് മമിതയ്ക്ക് ഈ ലവ് ഫെയിലിയർ പയ്യനെ ഇഷ്ടപ്പെടും. അങ്ങനെ മെട്രോയിൽ വെച്ച് ഇവള് പ്രപ്പോസ് ചെയ്യും. കല്യാണം പണിക്കലാമാ. പക്ഷെ പയ്യൻ അപ്പോൾ ഓക്കെ പറഞ്ഞെങ്കിലും പിന്നെ ഫീലിംഗ്സ് ഇല്ലെന്ന് പറഞ്ഞാൽ നൈസിലെ പറഞ്ഞു വിടും. ഇതിന്റെ ഡിപ്രഷനിൽ ഇവള് ക്ലോസറ്റിൽ കൈയിട്ട് മണപ്പിച്ച് നോക്കിയിട്ട് കിടന്ന് കരയും. എന്നിട്ട് എല്ലാം എടുത്തുകൊണ്ട് ഇവളെ നാട് വിടും. ബൈ ദ ബൈ അറ്റ് ദ സെയിം ടൈം ലവ് ഫെയിലിയർ പയ്യൻ ഇവളെ മറക്കാൻ വേണ്ടി ട്രൈ ചെയ്യും. അങ്ങനെ ട്രൈ ചെയ്ത് പയ്യൻ അവളെ ഇഷ്ടപ്പെടും. എന്തോന്നടേ. അങ്ങനെ ഇത് നേരെ ചെന്ന് മാമന്റെ അടുത്ത് പറയും. ഇത് കേട്ടത് മാമൻ നിന്ന നിപ്പിൽ ചാർജ് ആകും. അങ്ങനെ കല്യാണമൊക്കെ ഫിക്സ് ചെയ്ത് കല്യാണ ദിവസം പയ്യൻ ഇവളെ കാണാൻ വേണ്ടി റൂമിൽ വന്നത് ഒരു പ്ലോട്ട് ട്വിസ്റ്റുമായി അവൾ വെയിറ്റിംഗിലായിരുന്നു. അതായത് അവൾക്ക് ലവ് ഫെയിലിയർ പയ്യനെ വേണ്ട, പകരം അവൾക്ക് വേറൊരു പയ്യനെ ഇഷ്ടമാണ്. അങ്ങനെ ഒരു ഉൾപ്പമില്ലാത്ത ലവ് ഫെയിലിയർ പയ്യൻ ഇവരെ സെറ്റാക്കാൻ വേണ്ടി ഇതിന്റെ പിറകെ നടക്കും. ആദ്യം തന്നെ ഇവൾ അച്ഛൻ്റെ അടുത്ത് പോയി പറയും. അച്ഛൻ അപ്പോൾ തന്നെ ഡബിൾ ഓക്കെ എന്ന് പറയും. പക്ഷേ കാസ്റ്റ് വേറെ ആയതുകൊണ്ട് അപ്പം തന്നെ നടക്കില്ലെന്നും പറയും. ഇതുകൊണ്ട് അവർ രണ്ടുപേരും ഒളിച്ചോട്ടിപ്പിക്കാൻ വേണ്ടി നമ്മൾ ലവ് ഫെയിലിയർ പയ്യൻ സഹായിക്കും. പക്ഷേ ദ മെയിൻ പ്രോബ്ലം ഈസ് ഇവർക്ക് ഇന്ത്യയിൽ ഒരിടത്തും പോകാൻ പറ്റില്ല. ബിക്കോസ് ഇന്ത്യയിലുള്ള എല്ലാ മിനിസ്റ്ററും അവിടെ ഉണ്ട്. അതുകൊണ്ട് ഇവർ ബുദ്ധി ഉപയോഗിച്ച് ഇന്ത്യ വിടാൻ പ്ലാൻ ചെയ്യും, അതും പാസ്പോർട്ട് ഇല്ലാതെ. അങ്ങനെ ഒരു വഴി ഇല്ലാത്തതുകൊണ്ട് ഇവളെ ലവ് ഫെയിലിയർ പയ്യൻ അങ്ങ് കല്യാണം കഴിയും, ഒരു ഡ്യൂപ്ലിക്കേറ്റ് കല്യാണം. അങ്ങനെ കല്യാണം കഴിഞ്ഞ് ഇവൻ വായി നോക്കി നിൽക്കും, അവർ കാര്യങ്ങൾ നടത്തും. അങ്ങനെ നടത്തി വിസ എടുക്കാൻ പോയപ്പോൾ ഇവൾ പ്രഗ്നന്റ് ആണെന്ന് പറയും. நான் தான் அன்னைக்கே சொன்னால இதுல வேணான்னு. எல்லாம் இவனால தான்டா. பச்சை போய் சொல்றானா? ஊசி இடம் கொடுக்காம நூல நுழையுமா? അങ്ങനെ വീണ്ടും ഒരു 9 മാസം ലവ് ഫെയിലിയർ ബോയ് വായി നോക്കിക്കൊണ്ടിരിക്കും, മറ്റവൻ കാര്യങ്ങൾ സാധിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ വിസ അപ്രൂവൽ കിട്ടി, പ്രഗ്നൻസിയും കഴിഞ്ഞ് കുട്ടിയുമായി. അപ്പോഴാണ് ഇവൾ മനസ്സിലാക്കുന്നത് ലവ് ഫെയിലിയർ പയ്യന് ഇവളുടെ ഇഷ്ടം ഉണ്ടായിരുന്നെന്ന കാര്യം. അതുകൊണ്ട് പാസ്പോർട്ട് അപ്പം തന്നെ അവള് കീർക്കളയും. ഡേ ഇതിനല്ലടാ 1.5 വർഷം കഷ്ടപ്പെട്ടത്. അങ്ങനെ അവർ രണ്ടുപേരും ഡിവേഴ്സ് ചെയ്ത് ലവ് ഫെയിലിയർ പയ്യന് പെണ്ണ് നോക്കും. അങ്ങനെ പെണ്ണ് നോക്കി ഒരുത്തിയെ സെറ്റ് ആക്കിയപ്പോൾ ഡിവേഴ്സ് ചെയ്ത കാര്യം മിനിസ്റ്റർ അണ്ണനെ അറിയും. അതോടെ മിനിസ്റ്റർ അണ്ണന് അറ്റാക്ക് വന്ന് കിടപ്പില്ല. അതോടെ എല്ലാം ശരിയാവും. അങ്ങനെ നമ്മുടെ ഡ്യൂഡിന്റെ 3 വർഷം സക്സസ്ഫുള്ളി വേസ്റ്റഡ് ആയി.